لله رب العالمين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول رب العالمين. حديث عبد الله بن مسعود رضي الله عنه أن النبي صلى الله عليه وسلم قال: سباب المسلم فسوق وقتاله كفر. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ചീത്ത പറയൽ ഫുസൂഖുൻ, അത് തെറ്റാണ്, കുറ്റകരമാണ്, അല്ലെങ്കിൽ തമ്മാടിത്തമാണ്. ഫിസ്ക് എന്ന് പറഞ്ഞതാണ് തോന്നിത്തരം, തോന്നിയാസം എന്നൊക്കെയാണ് ഫിസ്ക് എന്ന് പറയാം. അപ്പൊ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ചീത്ത പറയാൻ പാടില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നുകളയുക എന്നുള്ളത് അത് കുഫറുമാണ്, സത്യനിഷേധവുമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞത്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ യാ കാഫിർ, കാഫിറെ എന്ന് വിളിക്കാൻ പാടില്ല, അത് തെറ്റാണ്. അതിന് സമാനമായ മറ്റൊരു തെറ്റാണ് ചീത്ത പറയുക. ഈ ചീത്ത പറയുക എന്ന് പറയുമ്പോൾ ഒരാളെ ഉപദേശിക്കൽ അല്ല, ഒരാൾ മറ്റൊരാളെ ഉപദേശിക്കൽ നല്ലതാണ്, അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ശാസിക്കലും തെറ്റല്ല, ശാസിക്കാനും പറ്റും. വാണിംഗ് കൊടുക്കുക, ശാസിക്കുക, മക്കളൊക്കെ തെറ്റ് ചെയ്യുന്ന സമയത്ത് താക്കീത് ചെയ്യുക, അതിന് ചീത്ത പറയുക എന്ന് പറയാൻ പറ്റില്ല. ചീത്ത പറയുക എന്ന് പറയുന്നത് സിബാബ്, സബ്ബ് എന്ന് പറഞ്ഞാൽ ശത്മുഹു വതകല്ലമു ഫീ അർദിഹി, ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന രൂപത്തിൽ, മറ്റൊരാളുടെ അഭിമാനത്തിനെ മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ, മറ്റൊരാളെ സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ വാക്കുകൾ ഉപയോഗിക്കലാണ് ശത്രു. അതാണ് തെറ്റ്, അതാണ് കുറ്റം. നമുക്ക് മറ്റൊരാളോട് വിയോജിപ്പുണ്ടാകും, മറ്റൊരാളോട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും, അതൊക്കെ പറയണം. ആ പറയുന്ന കാര്യം മുഖത്ത് നോക്കിയിട്ട് പറയണം. പക്ഷെ അത് സമൂഹ മധ്യത്തിലല്ല, ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം. എനിക്കിപ്പോൾ ഒരാളോട് ഒരു കാര്യം തുറന്നു പറയാനുണ്ടെങ്കിൽ അയാളെ പേഴ്സണലായിട്ട് കാണുന്നു, അയാളുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാം, ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ആ വാക്കുകൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചാകുമ്പോൾ അത് അഭിമാനത്തിന് ക്ഷതം സംഭവിക്കും. പ്രത്യേകിച്ച് കൂട്ടത്തില് ഞാൻ ആരെയാണോ ചീത്ത പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ കാര്യങ്ങൾ ആരുടെ മുന്നിലാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അയാളുടെ മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, കൂട്ടുകുടുംബങ്ങളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. ആ നിലയിൽ ഞാൻ അയാളെ മുഖത്ത് നോക്കിയിട്ട് പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അയാൾക്ക് മാനസികമായ പ്രയാസമുണ്ടാവും. ആ ഒരു മാനസിക പ്രയാസം വരുത്തുക എന്നുള്ളതാണ് ശത്രുമൻ. നേരെ മറിച്ച് ഒരാൾ മറ്റൊരാളെ, ഇപ്പൊ അധ്യാപകൻ വിദ്യാർത്ഥിയെ ശത്രുമ ചെയ്യുക, അതിന് ശത്രുമ എന്ന് പറയില്ല, അത് താക്കീത് ചെയ്യുക, നന്മയുടെ വഴിയിലേക്ക് ഒരാളെ കൊണ്ടുവരുവാൻ വേണ്ടി നടത്തുന്ന വാക്കുപ്രയോഗമല്ല. അതിന് ചീത്ത പറയാതെ പറയാൻ പാടില്ല. മനുഷ്യന്റെ അഭിമാനത്തെ കളങ്കം ചേർത്തുന്ന രൂപത്തിൽ, അഭിമാനത്തെ സമൂഹ മധ്യത്തിൽ പിച്ച് ചെയ്യുന്ന രൂപത്തിൽ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞാൽ
കേൾക്കുന്നവന് മാനസികമായി വല്ലാത്ത പ്രയാസമുണ്ടാകും. എന്തിന്റെ പേരിൽ? ഞാൻ അപമാനിച്ചു കളഞ്ഞു എന്ന് വിചാരിക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ ഷത്മ് ചെയ്യലാണ് ഫിസ്ഖ്. അതിന്റെ ഒരു കാരണം ഇതാണ്. കാരണം ഈ ചീത്ത പറയുന്ന ഒരാളുടെ മനോനില അങ്ങനെ തന്നെയായിരിക്കും. ഓനെ 2 വാക്ക് പറയണം, എന്നിട്ട് ഓനെ മാനം കെടുത്തി കളയണം, എന്നിട്ട് ഞാൻ ഓനെ നന്നായി ചീത്ത പറഞ്ഞു, നന്നായി മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു എന്നൊക്കെ പറയും. മുഖത്ത് നോക്കിയിട്ട് പറയാം, പക്ഷെ അത് സ്വകാര്യമായിട്ട് പറയാം. നേരെ മറിച്ച് സമൂഹ മതത്തിൽ ആക്ഷേപിക്കാൻ പാടില്ല. അത് തെറ്റാണ്, ഫിസ്ഖാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താല്പര്യം. രണ്ടാമത്തത് വഖിതാലുഹു കുഫ്ർ. മറ്റൊരാളെ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വധിച്ചു കളയുക എന്നുള്ളത്, കൊന്നുകളയുക എന്നുള്ളത് അത് കുഫ്റാണ്, അത് തെറ്റാണ്, കൊലപാതകം, അത്രമേൽ കുറ്റകരമായ ഒരു കാര്യമാണ്. അത് കുഫ്റിന്റെ, സത്യനിഷേധത്തിന്റെ ഭാഗമായിട്ട് മാറും എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അഖ്റജഹുൽ ബുഖാരി. ഹദീസ് മഹാനായ ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് ഫി കിതാബിൽ ഈമാൻ, ഈമാന്റെ വിഷയം പറയുന്ന അധ്യായത്തിലാണ്. അഥവാ ബാബു ഖൗഫുൽ മുഅ്മിൻ, മുഅ്മിനീങ്ങൾ പേടിക്കണം, മിൻ അൻ യഹബിത അമലുഹു, അവന്റെ അമലുകൾ പൊളിഞ്ഞു പോകുന്നത് പേടിക്കണം. വഹുവ ലാ യഷ്ഉർ, അവൻ അറിയാതെ അവന്റെ അമൽ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ അധ്യായത്തിലാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊലപാതകം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതുമായ കാര്യം നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല ഈമാൻ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.